നമസ്കാരം. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ കാലത്തെ യൂദാസ് ആരെന്ന് ചോദിച്ചാൽ ഒട്ടും സംശയമില്ലാതെ പറയാം, ജോർജ് കുര്യൻ. ഇന്നിപ്പോൾ ഒരു പ്രതികരണം കണ്ടു. അത് കണ്ടപ്പോൾ ഒരു കാര്യം കേരളത്തിലെ ക്രിസ്ത്യാനികളോട് പറയാണ്. ഈ മതേതര സമൂഹത്തിൽ ഏറ്റവും സമാധാനപരമായ ജീവിതം നയിക്കുന്ന നിങ്ങളിലേക്ക് കടന്നു കയറാൻ വേണ്ടി സംഘപരിവാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇരയാണ് ജോർജ് കുര്യൻ എന്ന് പറയേണ്ടി വരികയാണ്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചില ജീവികളെ പിടിക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ വമ്പൻ സ്രാവുകളെ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇരകൾ ചൂണ്ടയിൽ കൊരുത്തി ഇട്ടുകൊടുക്കണം, അതിന് താല്പര്യമുള്ള ഇരകളെ. അത് കണ്ട് ആകൃഷ്ടരായി വന്ന് അത് എടുത്ത് വിഴുങ്ങുമ്പോൾ സ്വാഭാവികമായ ആ ചൂണ്ടയിൽ നിങ്ങൾ കുടുങ്ങും. അങ്ങനെയാണ് സംഘപരിവാർ ജോർജ് കുര്യൻ എന്ന ഇരയെ കൊരുത്ത് ക്രിസ്ത്യാനികൾ എന്ന മതവിഭാഗത്തെ പിടിച്ച് അവരുടെ തൊഴുത്തിലേക്ക് എത്തിക്കാനുള്ള ചൂണ്ടയായിട്ട് ഉപയോഗിക്കുന്നത്. ആ ചൂണ്ടയിൽ ഇട്ടേക്കുന്ന ഇരയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോർത്ത് ഇന്ത്യൻ സംഘികൾ അത്ര മണ്ടന്മാരൊന്നുമല്ല, അവർക്ക് ബുദ്ധിയുണ്ട്. എങ്ങനെ? ഈ മന്ത്രിസ്ഥാനം എന്ന ചില ഉച്ഛിഷ്ടങ്ങൾ ആ നോർത്ത് ഇന്ത്യൻ സംഘികൾ ഇട്ടുകൊടുക്കും. അതായത് നോർത്ത് ഇന്ത്യക്കാർക്ക് സൗത്ത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ പണ്ടേ പുച്ഛമാണ്. പിന്നെ അവർക്ക് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അധികാരത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വാധീനം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും എവനെയൊക്കെ കൂടെ കൂട്ടണം. എങ്ങനെ? കേരളത്തിലെ BJP-ക്കാരായിട്ടുള്ള നേതാക്കന്മാരെ പരിഗണിക്കുന്ന പോലെ തന്നെ ഇപ്പോ അവന്മാരെ കൊണ്ട് ഉപയോഗമില്ല, ബാക്കിയുള്ള വിഭാഗക്കാരെ അടുപ്പിക്കാൻ എന്ത് തന്ത്രം പയറ്റാം. അതിനാണ് ഈ ജോർജ് കുര്യന്മാർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നത്. ആ മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ കഴിവുള്ളവനെ നോക്കി ഒരിക്കലും അവർ കൊടുക്കില്ല. അവർ ഒരാളെ നിരീക്ഷിക്കുമ്പോൾ രണ്ട് കാര്യമാണ് അവർ പരിഗണിക്കാറുള്ളത്. ഒന്ന്, ഒരു വകയ്ക്കും കൊള്ളരുത്, ഒരു തരത്തിലും തിരിച്ച് ഞങ്ങളെ ചോദ്യം ചെയ്യരുത്. അതായത് ഈ മരപ്പാവ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലുള്ള ഇനങ്ങളെ കിട്ടിയാൽ ഇവൻ നമുക്ക് ശല്യമല്ല, ഇവനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റവരെ ഇവിടെ എത്തിക്കാം. ഇവനെ കാണിച്ചുകൊണ്ട്, കാര്യം ന്യൂനപക്ഷക്കാരനാണ് എന്നുള്ളൊരു മുഖമാണല്ലോ, അതിനപ്പുറത്തേക്ക് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല, ഒരു കേന്ദ്ര വാഴ എന്ന് വിളിക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തിയെ എന്തുകൊണ്ട് അവർ തീറ്റിപ്പോറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് നാളുകളിലേക്കുള്ള പ്രോജക്റ്റാണ്. അവിടെയാണ് ഈ കർത്താവ് എന്ന ദൈവമൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിത്തരികയാണ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ സമുദായത്തെ ഉറ്റാനുള്ള ഒരു യൂദാസ് ആയിട്ടാണ് സംഘപരിവാർ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു പക്ഷേ അത് തിരിച്ചറിഞ്ഞിട്ടെങ്കിലും ഇപ്പോഴത്തെ ആ രണ്ട് കന്യാസ്ത്രീമാരെ അകാരണമായി പിടിച്ച് ജയിലിലടച്ച് അവിടെ ഇട്ട് പീഡിപ്പിക്കുന്ന സന്ദർഭത്തിൽ അയാളോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴുള്ള ആ മെഴുകലൊന്ന് കണ്ടേ. ഒരു സാമാന്യ ബോധമുള്ള കഴിവുറ്റ വ്യക്തി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കൂ? ഒരുമാതിരി ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയോ കോപ്രായങ്ങൾ ആ മൈക്കിന്റെ മുന്നിൽ നിന്ന് കാട്ടുകയും അവിടെ നിന്ന് രക്ഷപ്പെടുന്ന എങ്ങനെ നോക്കി. BJP പിടിച്ച് അകത്തിട്ടിട്ട് BJP അല്ല പിടിച്ച് പുറത്തിട്ടത്, അകത്തിട്ടത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഒരു TT-യാണ് പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇവിടെയാണെങ്കിൽ നിങ്ങളങ്ങനെ എപ്പോഴും ഇതാ 3 പെൺകുട്ടികൾ ആരുമില്ലാതെ വരുന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കില്ല. അവർ വിളിച്ചു, അവരുടെ മാതാപിതാക്കളെ വിളിച്ചു, ഒരു കുഴപ്പവുമില്ല, കന്യാസ്ത്രീകളുടെ കൂടെ ഞങ്ങൾ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ TT-ക്ക് അത് കേൾക്കണ്ടേ? നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? ആദ്യമായിട്ട് പറയുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടർ TVയുടെ ആദ്യം റിപ്പോർട്ടർ TV അത് ഒഫീഷ്യലായിട്ട് ഞാൻ വരുത്തി. എങ്ങനെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ വരും. സൗണ്ട് ബൈറ്റ്, ആ കുട്ടികളുടെ ബൈറ്റ്, സൗണ്ട് ബൈറ്റ് എപ്പോഴാ കിട്ടിയത്? ആ കുട്ടികൾ തന്നെ പറയുന്നു എപ്പോഴും ആദ്യം പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ഇപ്പൊ പറയും എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ പറ, എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ 5 വർഷമായി ക്രിസ്ത്യാനികളാണ്. അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. ഏതാ? ആരെ പിടിച്ചതെന്നല്ലേ ചോദിച്ചത്? BJP സർക്കാർ. പിന്നെ ആരാ പിടിച്ചത്? ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ? അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇവിടെ ഒരു പോലീസ് വർദ്ധന ഉണ്ടാകുമ്പോ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പിന്നെ എന്തിനാ? അത് കൊടുത്തോ മന്ത്രി? അല്ലെന്നേ കൊടുത്തോളാനായി റിപ്പോർട്ടർ കൊടുത്തോ? എത്ര തകർത്തവരാണ് നിങ്ങൾ കൊടുത്തോ? മന്ത്രി പറയുന്ന വാദം ശരിയാണെങ്കിൽ TT ആണെങ്കിൽ അല്ല, റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ആദ്യം കൊടുക്കുന്നത്
പല പോർട്ടുകളും തകർത്തതാണ്, എന്നെ തകർത്തു. ആ പറഞ്ഞു. പക്ഷേ ഈ ബി ജെ പിയും സഭകളുടെ ബന്ധം ഇത് മോശപ്പെടുത്തുമോ? ഈ ഒരു സംഭവം കേരളത്തിലെ സഭകളും ബി ജെ പിയുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അല്ലല്ല, ഇപ്പോഴല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ സംഭവ വികാസങ്ങളുണ്ടല്ലോ, ഞങ്ങള് എത്രമാത്രം ബോധ്യപ്പെടുത്തുന്നു, എങ്ങനെയാ ജനങ്ങള് റിയാക്ട് ചെയ്യുന്നത്. മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ്. മിനിസ്റ്റർ ഹിന്ദി അറിയാലോ? ഹിന്ദി എവിടെ അറിയാൻ? കേൾക്കണം, അല്ലാതെ പറഞ്ഞു പോലെ. രക്ഷപ്പെടുകയാണ് മന്ത്രി. ചോദ്യങ്ങളുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ജോർജ് കുര്യൻ. തെളിവ് വരുമ്പോൾ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഓടി രക്ഷപ്പെടുന്ന മന്ത്രിയാണ് കാണുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ മന്ത്രിയുടെ പ്രകടനമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടത്. അവിടെ 2 പാവപ്പെട്ട സിസ്റ്റർമാര് ജയിലിനുള്ളിൽ കിടക്കുമ്പോഴാണ് ചിരിച്ചുകൊണ്ട് തമാശിച്ചും പരിഹസിച്ചുമുള്ള ന്യൂനപക്ഷ ചുമതലയുള്ള ഒരു മന്ത്രിയുടെ പ്രകടനം പ്രേക്ഷകർ കാണുന്നത്. ഇത് പ്രേക്ഷകർ കാണണം. ഇതാണ് കേരളത്തിലെ BJP നേതൃത്വത്തിന്റെ പ്രതിനിധിയായിട്ടാണോ ഈ മന്ത്രി പോയിരിക്കുന്നത് എന്നുള്ളത് BJP നേതൃത്വവും മറുപടി പറയേണ്ടതാണ്. നോർത്ത് ഇന്ത്യൻ സംഘികളുടെ പാദസേവകൻ, അതിനിട്ടുകൊടുത്ത അപ്പക്കഷ്ണമാണ് അദ്ദേഹത്തിന്റെ മന്ത്രിപദം. ക്രിസ്തുവിനെ എങ്ങനെയാണ് യൂദാസ് 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്തോ, അതുപോലെ മന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു മതവിഭാഗത്തെ ഒറ്റുകൊടുക്കുന്ന യൂദാസ് ആണെന്ന് നിസ്സംശയം പറയാം. അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്ത് ആത്മാർത്ഥതയാണ് ആ മതവിഭാഗത്തിലുള്ളവരുടെ അടുത്തുള്ളത്. അദ്ദേഹം ഭയപ്പെടുന്നു എന്റെ സ്ഥാനം പോകുമോ എന്നുള്ളത്. എങ്ങനെയെങ്കിലും അവന്മാരെ കാല് പിടിച്ച് കിട്ടിയതാണ്. അതിൽ ഒരു ഡീലുള്ളത്, ഞാൻ ഇവിടത്തെ ക്രിസ്ത്യാനികൾക്കിടയിലെ പ്രമുഖനാണ്, ഇവരെല്ലാം നിങ്ങളുടെ തൊഴുത്തി കെട്ടിത്തരാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്, അതിനുവേണ്ടി ഒരു അലങ്കാര മന്ത്രി പദവി, ആ മന്ത്രി പദവി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ക്രിസ്ത്യാനികളോട് സംഘികൾക്ക് സ്നേഹമുണ്ടെന്ന് കരുതുകയാണ്. വിചാരധാരയിലെ 2ാമത്തെ ശത്രുക്കളാണ് ക്രിസ്ത്യാനികളെന്ന് അവർക്കറിയില്ല. അങ്ങനെ അവരെ അടുപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തന്ത്രം, അതിന് അധികാരമോഹിയായിട്ടുള്ള, എങ്ങനെയും തനിക്ക് മാത്രം നേട്ടമുണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന, മതം തൊലയണമെങ്കിൽ തൊലയട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ അവർ കണ്ടെത്തി അവർ നിങ്ങളുടെ മുന്നിൽ ഒരു മരപ്പാവയായിട്ട് നിർത്തുന്നു, അല്ലെങ്കിൽ ഈ വയലിൽ കോലം നിർത്തിയിരിക്കും പോലെ നിർത്തിയിരിക്കുന്നു. കണ്ടോ, ക്രിസ്ത്യാനികൾക്ക് ഞങ്ങൾ മന്ത്രി പദവി വരെ കൊടുക്കുമെന്നുള്ളത്. ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ഇന്ന് എന്താണോ ഛത്തീസ്ഗഡിൽ സംഭവിക്കുന്നത്, നാളുകളിൽ ഇവിടെ അധികാരത്തിൽ വന്നാൽ അവിടെ കണ്ട പലരും ഇന്നിപ്പോ BJPയുടെ ലേബലിൽ നടക്കുന്നവർ കണ്ണാടിയും വെച്ച് മൂർദാബാദും വിളിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് നിങ്ങൾ കാണേണ്ടി വരും. അധികാരം കിട്ടിക്കഴിയുമ്പോഴാണ് ഉറങ്ങിക്കിടക്കുന്നവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നത്. അതുവരെ തല പൊക്കാത്ത വിഷങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഉരുണ്ടുകൂടി ഇരിക്കുകയാണ്. ഈ ഉറവ പോലെ, ഏത് ലാവ നിറഞ്ഞു നിൽക്കുന്ന ഉറവ പോലെയാണ്. ഒന്ന് അധികാരം കിട്ടിയിരുന്നെങ്കിൽ യവന്മാർക്കെല്ലാം കാണിച്ചു കൊടുക്കാമായിരുന്നു എന്ന രീതിയിൽ. അതുപോലെ കർത്താവ് ഈ സന്ദർഭത്തിലെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഉദാഹരണമായിട്ട് ആ കന്യാസ്ത്രീകളെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ജോർജ് കുര്യനൊക്കെ അങ്ങ് പോകും. കുരിശിലേറാൻ ഉണ്ടാകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. ഏതുപോലെ ഇന്ന് ആ കന്യാസ്ത്രീകൾ കുരിശിലേറി തടവറയിൽ കിടക്കുന്നത് പോലെ നാളുകളിൽ ഇവിടെ അധികാരത്തിൽ വന്നാൽ നിങ്ങളെയും ഇതുപോലെ കുരിശിലേറ്റി ഈ നാട്ടിലെ നിങ്ങളുടെ സ്വൈര്യ ജീവിതം അവർ അരക്ഷിതാവസ്ഥയിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നേ. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന കേന്ദ്രമന്ത്രി പദവി അണിഞ്ഞു വരുന്ന യൂദാസ് എന്ന മരവാഴയെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രമേ ക്രിസ്ത്യാനികളോട് അഭ്യർത്ഥിക്കാനുള്ളൂ.